हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ ചെല്ലുന്നത് 97 98 തന്നെ. 97 സോറി. അരൗദ്രകുണ്ടലീ ചക്രീ വിക്രമൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര അക്രൂരപ്പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണം വര വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തന. ഇന്നത്തെ നാമം 911 നാമം. ശബ്ദാധിക, ശബ്ദത്തെ അതിക്രമിച്ചവൻ എന്നർത്ഥം. ബിയോണ്ട് സൗണ്ട്. ശ്രവണത്തിനേക്കാൾ മെച്ചപ്പെട്ടത്, ശബ്ദത്തിനേക്കാൾ ഉന്നതമായിട്ടുള്ളത്, ശബ്ദത്തിനേക്കാൾ സൂക്ഷ്മമായതെന്നർത്ഥം. വാക്കുകൾ കൊണ്ട് ഭഗവാനെ എന്താ പറയുക, പൂർണ്ണമായി വർണ്ണിക്കാനോ അറിയാനോ കഴിയില്ല. അത് നമുക്ക് നല്ലോണം അറിയാം. അത് പറ്റില്ല എന്നുള്ള കാര്യം നല്ലോണം അറിയാം. നമുക്ക് പല പ്രാവശ്യവും നമ്മൾ ആ വ്യർത്ഥം വരുന്നത് കണ്ടിട്ടുള്ളതാണ്. അനിർവചനീയമാണ് ഭഗവാൻ, അഗ്രാഹ്യമാണ്. അപ്പോൾ അനുഭവം കൊണ്ട് മാത്രമേ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അവനവൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് മാത്രമേ അത് സാക്ഷാത്കരിക്കാൻ പറ്റൂ, അനുഭവിക്കാൻ പറ്റൂ. എത്ര പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. ഷോക്ക് അടിക്കുന്ന പോലെ, ഇലക്ട്രിക് ഷോക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന പോലെയാണ്. എത്ര തിയറി, എത്ര പുസ്തകത്തിൽ എന്തൊക്കെ ഡയഗ്രാം വരച്ചാലും പറഞ്ഞ് മനസ്സിലായാലും കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അത് മനസ്സിലായില്ലേ, എൻ്റെ പ്ലഗ് കുത്തിയ കറണ്ട് ഇങ്ങനെയാണ് പോവുക, അങ്ങനെയാണ് വരിക, ഇതൊക്കെ എല്ലാം പറഞ്ഞ് എഴുതിയാലും ഷോക്ക് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മിണ്ടാണ്ടിരിക്കും. വെച്ചാൽ മനസ്സിലായിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ല. അപ്പോൾ എങ്ങനെ വർണ്ണിച്ചാലും, ഏത് കടലാസിൽ എഴുതിയാലും, ഏത് പോയിട്രി എഴുതിയാലും, ഏത് പ്രോസ് എഴുതിയാലും, ഏത് വാചാലനും ഇത് പറയാൻ പറ്റില്ല. പിന്നെ വർണ്ണന പറയാൻ പറ്റില്ല. കാരണം അവർണ്ണനീയമാണ്. അവർണ്ണനീയമായ ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു ഭഗവാൻ അവർണ്ണനീയമാണ്. പിന്നെ തന്നെ നിങ്ങൾ വർണ്ണിക്കാൻ നിൽക്കണം. പറഞ്ഞത് കേട്ടാൽ പോലെ. അവർണ്ണനാണ്, അവർണ്ണനീയനാണ്, വർണ്ണിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ശ്രവിക്കാൻ പറ്റില്ല, ഘ്രാണിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾക്കൊക്കെ അഗോചരമാണ്. ഇന്ദ്രിയ ഗോചരങ്ങളല്ല. ദേ ആർ നോട്ട് സബ്ജക്റ്റ് ടു ദ ടച്ചസ് ഓഫ് ഇന്ദ്രിയ. ഇന്ദ്രിയത്തിൻ്റെ ഇഫക്റ്റ് ഒന്നും അവിടെ ബാധിക്കില്ല. ഒന്നുകൊണ്ട് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഭഗവാനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഇന്ദ്രിയങ്ങളും അല്ല, മനസ്സുമല്ല, ബുദ്ധിയല്ല. ഇതുകൊണ്ടൊന്നും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണത്തിന് ഈ ഉപാധികളുടെ സ്വാഭാവിക ഗുണം കൊണ്ട് നമുക്ക് അതിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് അതിനെക്കുറിച്ച് ഇതാക്കാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങൾക്ക് അതിനെ പിടിക്കാൻ പറ്റില്ല, പഞ്ചേന്ദ്രിയങ്ങൾക്കും പറ്റില്ല, എന്താ പറയുക, ദശേന്ദ്രിയങ്ങൾക്ക് പറ്റില്ല, ജ്ഞാനേന്ദ്രിയങ്ങൾക്കും പറ്റില്ല, കർമ്മേന്ദ്രിയങ്ങൾക്കും പറ്റില്ല. പിന്നെ എന്താ അതിന് വഴി? സാക്ഷാത്കാരം, അനുഭവം, അനുഭവദൃഷ്ട്യ, അനുഭവം കൊണ്ട് മാത്രം. ഇന്ദ്രിയ അനുഭവങ്ങളല്ല കേട്ടോ.
ഐസ്ക്രീം തിന്നുന്നതും ഒരു അനുഭവം തന്നെയാണ്. എന്നിട്ട് നാവൊക്കെ ഒന്ന് പുറത്തേക്ക് ആക്കി എന്നൊക്കെ സൗണ്ടൊക്കെ വരുന്നത് അതൊരു അനുഭവമാണ്. ഐസ്ക്രീം തിന്നുമ്പോൾ അല്ലെങ്കിൽ കടുവാ കൂട്ടുമ്പോൾ ഇതൊക്കെ നല്ല അനുഭവങ്ങളാണ് അല്ലേ. എന്നിട്ട് കുറച്ച് അതിൻ്റെ കൂടെ നല്ല ചുക്കുവെള്ളം കുടിക്കുക. എന്താ അനുഭവം. അത് ബ്രഹ്മത്തിൻ്റെ അനുഭവമല്ല. അത് കടുമാങ്ങ റിയലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഐസ്ക്രീമിനെ റിയലൈസ് ചെയ്തു, അത്രേ ആയിട്ടുള്ളൂ. എന്നെ ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല, എന്നെക്കുറിച്ച് ഇനി അറിഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും പലരോടും പറയുന്ന ഒരു കാര്യമാണ്, സത്യമാണ്, തുറന്ന് പറയും നമ്മൾ. അയാൾക്ക് എന്നെ അറിയില്ല, ഞാൻ ആരാന്ന് അറിയില്ല, അയാൾക്ക് അറിയില്ല, തനിക്കും അറിയില്ല താൻ ആരാന്ന്. മനസ്സിലായില്ലേ? എനിക്കും ഞാനാരെന്ന് വലിയ ബോധ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം, തനിക്ക് അറിയില്ല ഞാൻ ആരാന്ന്, എന്നോട് കളിക്കണ്ട. ഏ സാധാരണ വർത്തമാന ഭാഷയിലൊക്കെ നമ്മൾ പറയേണ്ടത് എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാത്, ഫസ്റ്റ് പേഴ്സണായിട്ടും തേർഡ് പേഴ്സണായിട്ടും. തനിക്ക് എന്നെ അറിയില്ല കേട്ടോ, അതേ കുട്ടേട്ടാ, അയാൾക്ക് എന്നെ അറിയില്ല, പറഞ്ഞോളൂ ഒന്ന്. അപ്പോൾ ആ അറിവ് അവനവനെ അറിഞ്ഞിട്ടുള്ള അനുഭവം കൊണ്ട് മാത്രം വേണം. അറിയണം, ആദ്യം അറിയണം. ആ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ യോഗികളെ ധ്യാനം കൊണ്ടാണ് അനുഭവം കിട്ടുക. തപസ് കൊണ്ടും ധ്യാനം കൊണ്ടുമാണ് അനുഭവം കിട്ടുന്നത് നമുക്ക്. കാരണം ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും കിട്ടില്ല. ന ശബ്ദഗോചരം യസ്യ യോഗിദ്ധേയം പരമ്പദം. യോഗികൾ ധ്യാനിച്ചിരിക്കുന്ന ആ പരമപദം ന ശബ്ദഗോചര യസ്യ, ശബ്ദങ്ങളെ കൊണ്ട് ഗോചരമല്ലാത്തവയാണ് യോഗിയെ യോഗിദ്ധേയം പരമപദം, യോഗികൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന പരമപദം. വിഷ്ണു പുരാണത്തിലെ ശ്ലോകാർത്ഥാണത്. നിങ്ങളുടെ വന്ദന ശ്ലോകത്തിലില്ലേ, തുടക്കം ചെല്ലുന്ന ശ്ലോകത്തിൽ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം. യോഗിഹൃദ്ധ്യാനഗമ്യം അതിനെവിടെ പറഞ്ഞ യോഗിദ്ധേയം പരമ്പദ. യോഗികൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പരമപദം ന ശബ്ദഗോചരം യസ്യ, അത് ശബ്ദത്തിന് ഗോചരമല്ല. അല്ലേ? വാക്ക് അടക്കമുള്ള ഇന്ദ്രിയങ്ങളെല്ലാം എന്താ പറയുക, തോൽവി സമ്മതിച്ച് തിരിച്ചു പോകുന്നില്ലേ? യഥോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. നിങ്ങൾ കണ്ടതാ എത്ര പ്രാവശ്യം, വളരെ പ്രാവശ്യം കണ്ടതാ. അപ്പോൾ ശബ്ദാധിക എന്നുള്ള നാമം നമുക്ക് പുതിയതൊന്നുമല്ല. എന്നാലും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ഒന്ന് തൊട്ട് ഉപ്പിലിട്ട് തൊട്ട് കൂട്ടണ പോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊടുക എന്ന് മാത്രം, ഓരോന്ന് ഓർമ്മിപ്പിക്കാമെന്ന് മാത്രം. അവിടെയൊക്കെ നമ്മൾ ഓരോരും വളരെ ഡീറ്റെയിൽഡായിട്ട് വർണ്ണിച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്നും പോകണില്ല. ഒന്ന് തൊട്ട് കൂട്ടാൻ ആ വിവരം അറിയാം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് ഒരു നാരങ്ങക്കറിയോ കടുമാങ്ങയോ പുളിഞ്ചിയോ ഇഞ്ചിപ്പുളിയോ ഒന്ന് തൊട്ട് കൂട്ടണ പോലെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, റിമംബറൻസ്. അപ്പോൾ യഥോ വാചാ നിവർത്തന്ത് അപ്രാപ്യ മനസാ സഹ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ ശബ്ദാധിക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ശബ്ദാധിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാമം ഇങ്ങനത്തെ അർത്ഥം വരുന്ന നാമങ്ങൾ മുമ്പ് കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം വിടുക. അടുത്ത 912 ശബ്ദസഹ, ഇത് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ ശബ്ദം എന്നുള്ള പദത്തിന് ആചാര്യന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥം വേദം എന്നുള്ളൊരർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ തെറ്റൊന്നുമില്ല അതിൽ. അല്ല, തെറ്റ് ഉണ്ടല്ലേ നമ്മളാരാ പറയാൻ? അപ്പോൾ തെറ്റൊന്നുമില്ല ഇല്ലെന്നല്ല നമ്മൾ പറയേണ്ടത്, അതും ശരിയാണെന്ന് പറഞ്ഞാൽ മതി അല്ലേ. വേദം എന്നുള്ള അർത്ഥമുണ്ട്. ശബ്ദം തന്നെയാണല്ലോ വേദം. ഓങ്കാരത്തിൽ നിന്ന് പൊട്ടിമുളച്ചതാണല്ലോ വേദം. അത് ശബ്ദം തന്നെയല്ലേ, ശബ്ദബ്രഹ്മം എന്നൊക്കെ പറയില്ലേ. ഭഗവാന്റെ അടിമുടി നാദമല്ലേ അല്ലേ? നാദ തനുമനിശം, ശരീരം മുഴുവൻ ഭഗവാന്റെ നാദമല്ലേ.
അതുകൊണ്ട് ശബ്ദസഹ വെച്ചാൽ ഇവിടെ വേദം, എല്ലാ വേദങ്ങൾക്കും പ്രാപ്യസ്ഥാനമായി ഇരിക്കുന്നവൻ ശബ്ദസഹ. ശബ്ദ മീൻസ് വേദം, സഹ എന്ന് വെച്ചാൽ പ്രാപ്യസ്ഥാനം, എത്തേണ്ട സ്ഥാനം. എല്ലാ ശബ്ദങ്ങളും എല്ലാ വേദങ്ങളും, അതായത് എല്ലാ വേദങ്ങളും, 4 വേദങ്ങളും, 4 വേദങ്ങളിലും പ്രാപ്യസ്ഥാനം ആരാ? സർവേ വേദ യത് പദമാനമന്ത. കഠോപനിഷത്തിൽ പറയുന്നു, സർവേ വേദ, എല്ലാ വേദങ്ങൾക്കും, യത് പദമാനം അന്ത, അന്തമായിട്ടുള്ള പദം, അവസാനമായിട്ടുള്ള പദം, അന്തിമമായിട്ടുള്ള പദം ഏതാ? പദം ഏതാണ്? വേദങ്ങളുടെ അന്തിമമായിട്ടുള്ള പദമാണ് ഭഗവാൻ. പ്രാപ്യസ്ഥാനം, വേദങ്ങളുടെയൊക്കെ പ്രാപ്യസ്ഥാനം, ഗമ്യസ്ഥാനം, ലക്ഷ്യം. വേദങ്ങളെല്ലാം വരൽ ചൂണ്ടുന്നത് എങ്ങടാ? ആ ഓങ്കാരത്തിലേക്കാണ് എല്ലാവരും വരൽ ചൂണ്ടുന്നത്. എല്ലാ വേദങ്ങളും വരൽ ചൂണ്ടുന്നത് അങ്ങടാ. അതുകൊണ്ടാണ് കഠോപനിഷത്തിലും പറയാൻ കാരണം എന്ത്? സർവവേദ യത് പദമാനമന്ത. ആ കഠോപനിഷത്തിലെ മന്ത്രം കേട്ടിട്ടാണ് ഭഗവാന് ഉത്തേജനം വന്നിട്ട്, ഇൻസ്പയർഡായിട്ട് വേദൈശ്ച സർവൈ അഹമേവ വേദ്യോ എന്ന് പറയാൻ കാരണം, എല്ലാ വേദങ്ങളാലും അറിയപ്പെടുന്നവനാണ് ഞാൻ. 15-ാം അധ്യായത്തിൽ പറഞ്ഞു, എല്ലാ വേദങ്ങളാലും ഞാൻ അറിയപ്പെടുന്നവനാണ്. വേദൈശ്ച സർവൈ അഹമേവ വേദ്യ വേദാന്തകൃദ്വേദ വിദേഹചാഹം. വേദങ്ങളെല്ലാം അറിഞ്ഞവൻ ഞാനാണ്, വേദങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ്. അതാണ് ശബ്ദസഹ. ഈ നാമങ്ങൾ നമ്മൾ കണ്ടതാണ്, ഇതും കണ്ടതാണ്, ഒന്നിലും ഇതിൽ പുതുമയില്ല കേട്ടോ. അടുത്ത നാമം ശിശിര. ശിശിര മീൻസ് കുളിർമ, തണുപ്പ് കാലം, അങ്ങനെ പറയാം. ശിശിര വസന്തവും പുനരായാത എന്ന് പറയും. ശിശിര മീൻസ് തണുപ്പ്, വിൻ്റർ. മനുഷ്യൻ താപത്രയങ്ങളുടെ ചൂട് താപത്രയം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 3 തരത്തിലുള്ള താപങ്ങളാണ്: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ 3 താപത്രയങ്ങളുടെ ചൂട് വലഞ്ഞ് ഒന്നിനും കൊള്ളാതെ വിശത്ത് കിടക്കുകയാണ് സംസാരത്തിൽ. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഭഗവാന്റെ പുറപ്പാട്. എന്തായിട്ട്? ശിശിരായിട്ട്, ഒരു കുളിർ കാറ്റൊക്കെ ആയിട്ട്, തെന്നൽ, ചെറിയൊരു തെന്നലൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ അവസ്ഥയും നമുക്ക് തരണം ചെയ്യാനുള്ളൊരു ശക്തി നമുക്ക്, ഒരു കുളിർമ അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുള്ളൊരു ആശ്വാസം നമുക്ക് തരും. അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്താ വേണ്ട, ഇനി നിർത്തില്ലാതെ ഒരു രക്ഷയില്ല. എന്താ വെച്ചാൽ വരുന്നത് വരട്ടെ, കാണാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മലന്ന് കിടക്കുമ്പോഴാവും ചിലപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരാശയം തോന്നുക. ഇനി അപ്പോഴാവും വേറൊരു കോള് വരിക, അപ്പോഴാവും വേറൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് വിവരം വരിക. വലിയൊരു ആശ്വാസമാകും. എത്ര പേർക്ക് നമുക്ക് അങ്ങനെ അനുഭവം ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ഒരു കുളിർമ ഭഗവാന്റെ പ്രസൻസ് ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു. അത് ചൂട് കാലം കഴിഞ്ഞിട്ട് തണുപ്പ് കാലം വരുന്നതുവരെ നമ്മളുടെ ഹൃദയത്തിലുള്ള താപങ്ങളെല്ലാം ഒന്ന് അനുഭവിച്ചതിൻ്റെ ശേഷം അതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു ചെറിയൊരു വെന്റിലേറ്റർ, ഒരു വഴി ഭഗവാൻ കാണിച്ചു തരികയാണ് ശിശിരവസന്തവും. എല്ലാ അവസ്ഥയും തരണം ചെയ്യാനുള്ള ശക്തി ഭക്തന്മാർക്ക് സിദ്ധിക്കാനാണ് താപത്രയം ഉണ്ടാക്കുന്നത്. ഈ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? ഇവൻ എന്തെന്നെ വന്നാലും സഹിക്കാനുള്ള കഴിവ് ഇവന് വേണം. തീയിലിട്ട് വാർത്തത് വെയിലത്ത് പാടില്ല, തീയിലിട്ട് വാടാത്ത വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? വൻ തീയിൽ കിടന്ന് ഫ്രൈ ചെയ്തവനാ താപത്രയം കൊണ്ട്. എന്നിട്ടാ പിന്നെ വെയിൽ കുതോയം അഗ്നി എന്ന് ചോദിച്ച പോലെ. അപ്പോൾ സകലവിധമായിട്ടുള്ള കഷ്ടപ്പാടുകളും ഇവൻ അനുഭവിക്കാൻ കൊടുക്കുന്നത് എന്തിനാ? ഒന്ന്, ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന കയ്യിരിപ്പ്, എൻ്റെ കർമ്മഫലം.
ചെയ്തേ പറ്റൂ. വധശിക്ഷ വിധിക്കേണ്ടതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കണം. പക്ഷെ സാരില്ല, കുറച്ച് കഷ്ടപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒരു റിഗ്രസ് ഇംപ്രസൺമെൻറ്റ് മതി. ലൈഫ് ഇംപ്രസൺമെൻറ്റും വേണ്ട, കുറച്ച് കൊല്ലം, 10 കൊല്ലം, ഒരു 5 കൊല്ലം ഒരു റിഗ്രസ് ഇംപ്രസൺമെൻറ്റ്. ശരിക്ക് സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ മർഡറാണ്, 302 ആണ്, അല്ലെങ്കിൽ പിടിച്ചുപറിയാണ്, ഇതൊക്കെയാണ്, കൊലക്കുറ്റാണ്. പക്ഷെ ഭഗവാൻ കാരുണ്യവാനാകുക കാരണം ശിക്ഷ ഒന്ന് ഇളവ് ചെയ്തു. അത്ര മതി. ഒരു 4 years റിഗ്രസ് ഇംപ്രസൺമെൻറ്റ് കിടക്കട്ടെ. അതാണ് ഈ താപത്രയം വന്ന് പെടാനുള്ള കാരണം. നോക്കുക, അതെന്തിനാ? വേഗം നേരെയായി പുറത്ത് പോക്കൂ. കുറച്ചൊരു ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് പുറത്ത് പോക്കൂ. അവിടെ ഞാൻ തെന്നൽക്കാറ്റായിട്ട് ഞാൻ വരാം. എല്ലാ ദുഃഖങ്ങളും നീ അതോടുകൂടി നിനക്ക് തീരും. യു വിൽ ബി എ ഫ്രീ മാൻ. ഒരവസരത്തിലും എൻ്റെ മനസ്സ് നിന്നെ ക്ഷോഭിപ്പിക്കില്ല. നിനക്കെന്നെ ബോധ്യം വരും, എന്തിനപ്പോൾ നീ എന്തിനൊക്കെ പോയി. കാരണം സുഖം, ദുഃഖം, രാഗം, ദ്വേഷം, ജയം, അപജയം എന്നൊക്കെ പറഞ്ഞ് ഈ ദ്വന്ദ്ങ്ങൾ എപ്പോഴാണ് ലോകത്തിൽ ഉണ്ടാകുന്നത് മനുഷ്യർക്ക്? വെറുതെ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് സുഖം തോന്നും, ഇല്ലല്ലോ? എന്തെങ്കിലും കാരണം വേണ്ടേ? വെറുതെ അങ്ങോട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ട് ദുഃഖം വരിക, അങ്ങനെ വരില്ലല്ലോ. വെറുതെ ഒരു വ്യസനം അങ്ങോട്ട് വന്നു, ഞാൻ ഒന്നും ചെയ്തില്ലെന്നേ, അപ്പോഴേക്കും കുറച്ച് വ്യസനം അങ്ങോട്ട് വന്നു, അങ്ങനെ പറയുമല്ലോ ഒരു. ആ വ്യസനം ഉണ്ടാവാൻ ഒരു കാരണം വേണ്ടേ? സന്തോഷം ഉണ്ടാവാൻ ഒരു കാരണം വേണ്ടേ? ജയത്തിന്, വിജയത്തിന്, മാനത്തിന്, അഭിമാനത്തിന്, ഈ ദ്വന്ദ്ങ്ങൾക്കൊക്കെ ഒരേ കാരണം വേണ്ടേ? അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദ്വന്ദ്ങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ത്? എന്നന്വേഷിച്ച് പോയപ്പോൾ മഹർഷിമാർക്ക് കിട്ടിയ ഉത്തരമാണ് ഭഗവത്ഗീതയിൽ നമുക്ക് കണ്ടൻസ്ഡ് രൂപത്തിൽ ക്ലിയർ കട്ടായിട്ട് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ ശ്ലോകം. മാത്രാ സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യ താം തിതീക്ഷസ്വ ഭാരത. എന്ത് തോടെ ബ്യൂട്ടിഫുൾ സ്റ്റാൻസ. ആ വാക്കുകൾ നോക്കും. മാത്ര സ്പർശസ്തു കൗന്തേയ, തു ഇൻഡീഡ്, ട്രൂലി. അപ്പോഴാണ്ടാവണ മാത്ര സ്പർശാസ്തു കൗന്തേയ, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്പർശ. വെരി ക്ലിയർ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, അല്ല ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ റെസ്പെക്റ്റീവ് ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ നാക്ക് രസത്തിന്, കണ്ണ് വെളിച്ചത്തിന്, കാത് ശ്രവണത്തിന്, അല്ലേ, ത്വക്ക് സ്പർശത്തിന്, ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങൾ 5 നമുക്കുള്ളത്. 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ കൂടെ അവർക്ക് പോകാൻ പറ്റില്ല. അതാണ് അവരുടെ റൂട്ട് മാപ്പ്. അതാ, ആ റൂട്ട് മാറി പോകാൻ പാടില്ല. വഴി തെറ്റിയ പ്രശ്നമാവും. ആ വഴി കൂടെ അവർ പോവുള്ളൂ, അവർക്കറിയാതെ. കാര്യം കക്കാൻ പോവുകയാണെങ്കിലും പോണ വഴി അവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ എപ്പോൾ സമ്പർക്കം ചെയ്യുന്നുവോ, ഈ ലോകത്തിലെല്ലാവരും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ സമ്പർക്കം ചെയ്യാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുക? കണ്ണ് തുറന്നാൽ ഞാൻ കാണുന്നത് കാഴ്ചയല്ലേ, അത് സമ്പർക്കമായി. നാവ് എത്ര കാലം അടക്കി പിടിക്കാൻ പറ്റും? അതിൻ്റെ മുകളിൽ ഒന്നുകിൽ ചൂടുള്ള സാമ്പാർ വന്ന് വീഴും, ഇല്ലെങ്കിൽ നല്ല തണുത്ത പാൽപ്പായസം വന്ന് വീഴും. ചെവി ഞാൻ തുറന്നു വെച്ചിട്ട് ഒന്നും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കാണ്ടിരിക്കുക? അങ്ങനെ ചെവി അടച്ചോളൂ. ചെവി തുറന്നാൽ ചെവി കേൾക്കും, ഈ പറയണമൊക്കെ കേൾക്കും. ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ പ്രാർത്ഥനയാവും, ചിലപ്പോൾ അശ്ലീലാവും, ചിലപ്പോൾ ഭരണിപ്പാട്ടാവും. ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചെവി തുറന്നുവോ പുറത്തുള്ളത് നിങ്ങളുടെ അകത്തേക്ക് വരും. സ്പർശനം, ഞാൻ ആരെയും തൊട്ടില്ല. ആ, നിങ്ങൾ വായുവിനെ തൊടുന്നില്ലേ? അന്തരീക്ഷത്തിനെ തൊടുന്നില്ലേ? സ്പർശനമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി സഞ്ചരിക്കുന്നതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ എക്സ്പീരിയൻസും അതാണ്. അപ്പോഴാണ്
മഹർഷിമാർ പറയണു, മാത്ര ഭഗവാൻ പറയണു, മാത്ര സ്പർശസ്തു കൗന്തേയ അർജുന. ഇന്ദ്രിയങ്ങൾ എപ്പോഴാണോ ഇന്ദ്രിയ വിഷയങ്ങളെ ടച്ച് ചെയ്യുന്നത്, സ്പർശിക്കുന്നത്, ശീതോഷ്ണ സുഖ ദുഃഖത. നോക്ക്, എന്തൊരു ട്യൂഷൻ ക്ലാസ്സാണത്, എന്തൊരു ട്യൂഷൻ ക്ലാസ്സാണ് ഭഗവത്ഗീത. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സംശയത്തിന് ഒരിടയില്ല. എത്ര എക്സ്പ്ലനേഷൻ, എത്ര ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഭഗവാൻ, അല്ലേ? വാട്ട് എ ഗ്രേറ്റ് പ്രൊഫസർ ഈസ്. മാത്ര സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖത. എക്സാമ്പിൾസ് അടക്കം, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇത്യാദിയുള്ള ദ്വന്ദ്ങ്ങൾ അർജുന, കൗന്തേയ. ശീതോഷ്ണ സുഖ ദുഃഖത. സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ തരുന്നത് എന്താ? ഈ കോണ്ടാക്ട്. വെൻ യു കം ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിസിറ്റി, അപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ലൈറ്റ് വരുന്നതും സ്പാർക്ക് വരുന്നതും ഷോക്ക് അടിക്കുന്നതും ഷോക്ക് ഇല്ലാണ്ടിരിക്കുന്നതും എർത്ത് അടിക്കുന്നതും ഒക്കെ ഓൺലി വെൻ യു കം ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിസിറ്റി. അതുപോലെ തന്നെ വെൻ യു കം ഇൻ കോണ്ടാക്ട് വിത്ത് ദി സെൻസ് ഓബ്ജക്ട്സ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സെൻസ് ഓർഗൻസ്, ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞ സെൻസ് ഓബ്ജക്ട്സ്. ഇതൊക്കെ കുറേയൊക്കെ മലയാളം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ആംഗ്ലിഫൈ ചെയ്തിട്ടേ മലയാളം പറഞ്ഞാൽ എവിടെ നോക്കണം. ചിലവർക്കൊക്കെ അങ്ങനെയാണ്, ചിലവർക്ക്, നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അങ്ങനെയല്ല ഞാൻ പറയണം, ചില കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. ഇന്ദ്രിയ വിഷയങ്ങൾ വെച്ചെങ്കിൽ എന്താ ഈ വിഷയം ഈ സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ പോവും. അപ്പോൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് പറയണം. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങൾ പുറത്ത്, ഇന്ദ്രിയങ്ങൾ അകത്ത്. ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സമ്പർക്കത്തിന് പോകുമ്പോൾ, യു ഗോ ഇൻ കോൺടാക്ട് വിസിറ്റിനൊക്കെ പോകുമ്പോൾ, സോഷ്യൽ വിസിറ്റ്, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഒന്ന് സുഖം കണ്ട് ചെറിയൊരു ഗെറ്റ് ടുഗദറിനൊക്കെ പോയി കഴിഞ്ഞാൽ, ദ സെൻസ് ഓർഗൻസ് when it comes in contact with the sense objects, there arises സുഖ ദുഃഖ, ലാഭാലാഭ, ജയാജയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സിമിലർലി മനസ്സ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, സിമിലർലി ബുദ്ധി കോണ്ടാക്ട് ചെയ്യും. ഫിസിക്കൽ ലെവലിലുള്ള അനുഭവങ്ങളൊക്കെ ഇന്ദ്രിയങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, മെൻ്റൽ ലെവലിലൊക്കെ മാനസ ആശയങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ബുദ്ധിപരമായിട്ടുള്ളതൊക്കെ ചിന്തയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അതൊക്കെയാണ് ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് മാറുന്നത്. ഇവിടെ പറയുന്നത് സുഖദുഃഖം എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലിലുള്ള സുഖദുഃഖങ്ങൾ. ഈ താപത്രയങ്ങളൊക്കെ അങ്ങനത്താണ്. സുഖദുഃഖങ്ങളെല്ലാം എപ്പോഴാണ് വരുന്നത്? മാത്ര സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖത. ക്ലിയർ ആയില്ലേ? വിട്ടില്ല കൃഷ്ണൻ. അർജുന കേക്ക്. എന്നിട്ടോ ആഗമാപായനോ അനിത്യ. അതേ, ഇത് നീ ജീവിച്ചിരിക്കുന്നിടത്തോളം വന്നും കൊണ്ടും പോയിക്കൊണ്ടിരിക്കും. ഒരനുഭവം ആവില്ല അടുത്ത അനുഭവം. ഇന്ന് ഞാൻ വെള്ളം കുടിച്ച അനുഭവമില്ല നാളെ നീ വെള്ളം കുടിക്കുമ്പോൾ. ഇന്ന് കണ്ടൊരു വസ്തുവിൻ്റെ അനുഭവമില്ല നാളെ നീ ആ വസ്തുവിനെ കാണുമ്പോൾ. ചുറ്റുപാടുകൾ മാറും, പരിതസ്ഥിതികൾ മാറും, അവസ്ഥകൾ മാറും, പലതും മാറും, എല്ലാം മാറും. അപ്പോൾ ഈ ദുഃഖം സുഖം എന്നൊക്കെ പറയുന്നത് നമ്മൾ നാളെ പറഞ്ഞ പോലെ ഗോഡൗൺ തീപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സുഖം വന്നു, അല്ല ദുഃഖം വന്നു. അത് നമ്മുടെ മേത്തുനിന്ന് പോയതാണ്, അത് ആധാരം എഴുതിയതാണെന്ന് പറഞ്ഞപ്പോൾ സുഖം വന്നു. അയ്യോ അത് ആധാരം എഴുതിയിട്ടില്ല, അഡ്വാൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മകൻ പറഞ്ഞപ്പോൾ പിന്നെയും ദുഃഖം വന്നു. ആഗമ ആപായിനോ അനിത്യ. ഇത് അനിത്യങ്ങളാണ്, അത് മനസ്സിലാക്കുക ആദ്യം. ദേ ആർ നോട്ട് പെർമനൻറ്റ്. സുഖം വന്നു പറഞ്ഞാൽ സുഖം അവിടെ ഇരിക്കില്ല. ദിസ് വിൽ ഗോ അവേ. ഒരു വൈറസ് വന്നു, ആ വൈറസ് പോവും. ഹൗ ലോങ് വിൽ ഇറ്റ് സ്റ്റേ? എത്ര കാലം നമ്മളെ ദ്രോഹിക്കും? കുറച്ച് കഴിഞ്ഞ് അവൻ പോവില്ലേ, അവൻ്റെ പാട്ടിൽ പോവില്ലേ? ഈസ് എ ഗസ്റ്റ്. ആഗമാപായിനോ നിത്യ. അനിത്യങ്ങളാണ്, അവ വരും പോകും. അതിനെക്കുറിച്ച് നീ ബോദർ ചെയ്യണ്ട. ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. യു ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. അത് പിന്നെ എന്താ ചെയ്യുക? സുഖത്തിൻ്റെ വരവും സുഖത്തിൻ്റെ പോക്കും, ദുഃഖത്തിൻ്റെ വരവും ദുഃഖത്തിൻ്റെ പോക്കും ഒന്നും നിനക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എൻ്റെ കൂട്ടാ.
നിയന്ത്രിക്കാൻ പറ്റാത്തതിന് നീ എന്താ ചെയ്യുക? എന്താ നീ ചെയ്യുക? ഒരു പുഴ അക്കരെ കിടക്കണം, പുഴയിൽ വെള്ളം അങ്ങനെ ഒഴുക്കുണ്ട്, ആ ഒഴുക്ക് നിൽക്കാൻ പറ്റില്ല. ഒഴുക്ക് നിൽക്കും, നീ രാവണനൊന്നുമല്ലല്ലോ. മെല്ലെ പോവുകയായി നീർക്കൂത്തേറും ഗോദാവരി നദി എന്ന് പറയാൻ. അല്ലെങ്കിൽ കാറ്റ് വരുന്നു, കാറ്റിനെ നിർത്തുക. നീ ദീപം കൊണ്ടുപോവാണ് വിളക്ക് കത്തിക്കാൻ, പാമ്പും കോയിലേക്ക് വിളക്ക് കത്തിക്കാനായിട്ട് താൻ ദീപം കൊണ്ടുപോവാണ്. അത് കാറ്റ് വന്നത് കെട്ടു. കാറ്റ് വരും, കാറ്റിനെ നിർത്താൻ താനാരാ? ഞാനിരിക്കുന്നിടത്തൊക്കെ ശങ്കിച്ചേ കാറ്റടിച്ചിടൂ. അത് രാവണന് പറ്റും, നമുക്ക് പറ്റും. കാറ്റിനെ നിർത്തുക, വായുവിനെ നിർത്തുക, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് നിർത്തുക, ഇതൊക്കെ എവിടെ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ട് അർജുന സുഖം ദുഃഖം ഇതൊക്കെ വരും. ഇതൊന്നും തന്നെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം? ആലോചിക്കേ, എന്താ നീ ചെയ്യുക? നിർത്താൻ പറ്റാത്തതിനെ എന്ത് ചെയ്യും? ക്യൂർ ചെയ്യാൻ പറ്റാത്തതിനെ നീ എന്ത് ചെയ്യും? ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തതിനെ നീ എന്ത് ചെയ്യും? വറി അടിച്ചാൽ മാറുമോ? എന്നാ വറി അടിക്കേ. കീപ്പ് ഓൺ വറിങ്. ഇഫ് വറി സോൾവ്സ് എ പ്രോബ്ലം, യു കീപ്പ് ഓൺ വറിങ്. എന്ത് ചെയ്യും പിന്നെ? ആഗമാപായനോ അനിത്യ താം തിതിക്ഷസ്വ ഭാരത. bear with it, that's all. bear with it gracefully. മനഃശാന്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഗ്രേസ്ഫുള്ളി bear with it. അല്ലാന്നുണ്ടെങ്കിൽ യു അജിറ്റേറ്റ് യുവർ സെൽഫ് ആൻഡ് bear with it. രണ്ടായാലും bear ചെയ്യണം. bear ചെയ്യാണ്ട് നിർത്തില്ല. അജിറ്റേറ്റഡ് ആയാൽ bear ചെയ്യുന്നത് സഹിക്കുന്നതിൽ ഒഴിവാക്കാൻ പറ്റുമോ? എന്നാൽ അജിറ്റേറ്റഡ് ആവാം. പറ്റില്ല. bear തന്നെ വേണം, അത് സഹിച്ചേ പറ്റൂ. അത് സഹിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് എന്താ പറയുക, എന്താ നല്ലത്? പൊറുക്കുകയാണോ നല്ലത്? വിദ്വേഷത്തോടുകൂടി പൊറുക്കുകയാണോ നല്ലത്? ക്ഷമിക്കുകയാണോ നല്ലത്? പൊറുക്കന്നെ. ബി ഹാപ്പി, ഇറ്റ് വിൽ ഗോ അവേ. എന്നും അധോഗതി ആവില്ലല്ലോ. അധോഗതി കഴിഞ്ഞാൽ പുരോഗതി വരും, പുരോഗതി കഴിഞ്ഞാൽ അധോഗതിയും വരും, അധോഗതി കഴിഞ്ഞാൽ പുരോഗതിയും വരും. സുഖത്തിനപ്പുറം ദുഃഖം, ദുഃഖത്തിനപ്പുറം സുഖം. ഗോസ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. ഈ മറ്റേ ക്ലോക്കിലെ പെൻഡുലം കണ്ടിട്ടില്ല? അങ്ങോട്ട് പോകുമ്പോൾ അയ്യോ അത് അങ്ങോട്ട് പോയി, അയ്യോ അത് അങ്ങോട്ട് വന്നു, അയ്യോ അത് അങ്ങോട്ട് പോയി. ഇതിൻ്റെ പിന്നാലെ ഓടാൻ നിന്നാൽ നമുക്ക് നല്ല സമയം അങ്ങനെ പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇരുന്ന് യു ജസ്റ്റ് വാച്ച് ദ പെൻഡുലം. സുഖവും ദുഃഖവും വരുന്നതൊക്കെ നോക്കിയിരിക്കുക. ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ സെൻസ് ഓർഗൻസ്. പിള്ളേരുടെ കളി ഇത് രസം അല്ലേ? ഇതാവൻ പോണു, ഇതാ വരുന്നൊരുത്തൻ, അവൻ കുറച്ച് നേരം ഇരുന്ന് അവൻ ഇതാ പോണു, ഇതാ വേറൊരുത്തൻ വരുന്നു, ചിരിച്ചിട്ടൊക്കെയാ വരവ്. അത് അവനും പോയി, ഇതപ്പോൾ വേറൊരുത്തൻ കരഞ്ഞുകൊണ്ട് വരുന്നു. ഇത് വാച്ച് ആൻഡ് എൻജോയ് ദ ഗെയിം. അപ്പോൾ മാത്ര സ്പർശസ്തു കൗന്ദയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായനോ അനിത്യ. ഇതൊക്കെ അനിത്യങ്ങൾ അർജുന. താം തിദീക്ഷ സ്വഭാരത. ഭാരത, അർജുന, നീ ക്ഷമിക്ക്, പൊറുക്ക്. അല്ലാണ്ട് എന്താ ചെയ്യുക? വാട്ട് കനോട്ട് ബി ക്യൂർഡ് മസ്റ്റ് ബി എൻഡ്യൂവേർഡ്. സായിപ്പ് ഇടയ്ക്ക് നല്ല കാര്യങ്ങൾ പറയട്ടു. വാട്ട് കനോട്ട് ബി ക്യൂർഡ് മസ്റ്റ് ബി എൻഡ്യൂവേർഡ്. വേറെ വഴിയില്ല. മാറാത്ത രോഗത്തിന് എന്ത് ചികിത്സയാണ് ചെയ്യുക? നമ്മൾ പൊറുക്ക് തന്നെ. ഓക്കെ, വരട്ടെ, പോട്ടെ. പെർമനൻ്റ് ഒന്നും അല്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പം മാത്ര സ്പർശസ്തു കൗന്ദയ. ആ ശ്ലോകം ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകം ഒന്ന് ഓർമ്മ വയ്ക്കുക എല്ലാവരും കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ, പക്ഷേ എന്നാലും അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയുള്ള കാരണം ഞാൻ ഒന്നും കൂടി എടുത്ത് ഊന്നി പറയണമെന്ന് മാത്രം. നമ്മുടെ വേദാന്തത്തിൻ്റെ നട്ടെല്ലാണത് ഈ സ്റ്റാൻസ എന്ന് പറയുന്നത്. മാത്ര സ്പർശസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിനോ അനിത്യ താം തിദീക്ഷസ്വ ഭാരത. പാർത്ഥ ശീതോഷ്ണ സുഖദുഃഖം മാത്രാനുവർത്തികൾ. മാത്ര അനുവർത്തികൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് സുഖദുഃഖങ്ങൾ. പാർത്ഥ
ശീത ഉഷ്ണ സുഖ ദുഃഖം പാത്രാനുവർത്തികൾ, അനിത്യങ്ങൾ, വരും പോകും പൊറുക്കുക ഭാരത, അഗമാപായിനോ അനിത്യ താം തിരീക്ഷസ്വ ഭാരത. സുഖദുഃഖങ്ങൾ മാത്രാനുവർത്തികളാണ്. അവൻ എന്താ ഉണ്ടാവുക? അനിത്യങ്ങൾ, വരും പോകും, പൊറുക്കുക ഭാരത. ജസ്റ്റ് എൻഡ്യൂർ. ആ എൻഡ്യൂറിനുള്ള കപ്പാസിറ്റിക്കാണ് ഈ പറഞ്ഞ താപത്രയങ്ങൾ നമുക്ക് തരുന്നത്. അത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ശിശിരകാലമാണ്. കാരണം ഇത് വരുന്നത് അവിടുന്നാണ്. ആനുകൂല്യമായിട്ടുള്ള കാലമാണ് നമുക്ക് ഭഗവാൻ തരുന്നത്, ഭഗവാൻ പ്രദാനം ചെയ്യുന്നതാണ്. അത് നമ്മളുടെ മനസ്സിൽ തങ്ങും. അപ്പോൾ എന്ത് സുഖം വന്നാലും എന്ത് ദുഃഖം വന്നാലും ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ബേസായിട്ടിരിക്കുന്നത് ഒരു സോഫ്റ്റ് സ്പോഞ്ചാണ്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ സ്പോഞ്ച്, വെരി സോഫ്റ്റ്, ഒന്നും എതിർക്കില്ല. മനസ്സിലായി? അതാണ് ശിശിര. അടുത്ത നാമം 914 ശർവരീകര. ശർവരീകര, ശർവരി എന്ന് വെച്ചാൽ രാത്രി, ഡാർക്ക്നെസ്, അറിയായ്മ, ഇഗ്നറൻസ്, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ പറയാൻ. ശർവരീകര രാത്രി ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം. രാത്രിയാക്കുന്നവൻ. രാത്രിയാക്കുക വെച്ചെങ്കിൽ സൂര്യൻ്റെ ഉദയം ഇല്ലാണ്ടാക്കല്ല, ഈ അസ്തമയം അങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനല്ല. ആ രാത്രി എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ രാത്രി എന്ന് മീൻസ് നൈറ്റ് ഈസ് അൺനോൺ, അറിയാത്ത ഒരവസ്ഥയാണ് രാത്രി എന്ന് പറയുന്നത്. ഡാർക്ക്നെസ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇരുട്ട് എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് ഇതിന്. ഇരുട്ട്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവർക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ, കുളിർ കാറ്റ്, ആ കുളിർ കാറ്റ്, ശിശിര എന്ന് പറഞ്ഞത് കുളിർ കാറ്റ് കിട്ടിയവർക്ക് അതായത് താൻ ആരാണ് എന്ന് ശരിക്കുള്ള ബോധം വന്ന ഒരാൾക്ക് പിടികിട്ടി ആരാന്നുള്ളത്. മനസ്സിലായില്ലേ? ആ കാറ്റിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ തലയ്ക്കുള്ള ഓളൊക്കെ പോയി പിടികിട്ടി. ഹൂ ആം ഐ ഒരു ഇതൊക്കെ മനസ്സിലായി തുടങ്ങി. അങ്ങനെയുള്ള ഒരാൾക്ക് അവരെ താപത്രയം അനുഭവിക്കുന്നത് അവർക്ക് വലിയൊരു പ്രശ്നമല്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോഴ്സ്. ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കല്ലും മുള്ളൊക്കെ ഉണ്ടാവില്ലേ? അത് വലിയൊരു പ്രശ്നമാക്കിയിട്ട് ആരെങ്കിലും കണക്കാക്കാറുണ്ടോ? നേരെ മറിച്ച് കുട്ടികളാണെങ്കിലോ, അയ്യോ അവർക്ക് ചവിട്ടിയതൊക്കെ പ്രശ്നമാണ്, ആ കല്ല്, ഈ മുള്ള, അത് ഇത്. നമ്മളൊരു ഇടവഴി കൂടെ നടന്നു പോവുകയാണെങ്കിലോ, നാട്ടിൻ പുറത്തൊക്കെ പോയിട്ട് അത് നമുക്ക് ശീലമായി. ഹായ്, ഇതിപ്പോൾ എന്താണ്, ഈ ഇടവഴി അങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല റോഡാണ്, അതങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ച് പാടാ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാം. അല്ലാണ്ട് അവിടെ അങ്ങോട്ട് നിന്ന് പോവില്ലല്ലോ. അപ്പോൾ സ്വബോധം മനസ്സിൽ വന്നവർക്ക്, താൻ ആരാണോ എന്ന് വന്നവർക്ക്, മനസ്സിൽ ബോധം വന്നവർക്ക് ഈ വക താപത്രയങ്ങളൊന്നും വലിയ കാര്യമില്ല. ദേ ഡോണ്ട് റെക്കഗ്നൈസ് ദം. അതൊന്നും അവർക്ക്, അവരെക്കുറിച്ച് പ്രശ്നമേ ഇല്ല. രമണ മഹർഷിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കീറിക്കൊള്ളാനല്ലേ പറഞ്ഞേ? എവിടെയാണ് കീറേണ്ടത് ചോദിച്ചു. കയ്യിന് മുറി വന്നപ്പോൾ കൈ ഷോൾഡറിൻ്റെ അവിടെ മുറിക്കണമെന്ന്. അപ്പോൾ മുറിച്ചോളം ഒന്ന് കാണിച്ചു കൊടുത്തു. അല്ല, അനസ്തീഷ്യ എന്തിനത്? നിങ്ങൾ എന്നെയല്ലല്ലോ കട്ട് ചെയ്യണം, ശരീരത്തിനെയല്ലേ, അതെന്താ ചെയ്തോളൂ. അതൊക്കെയാണ് മനുഷ്യൻ്റെ എന്താ പറയുക, അവെയർനെസ്, ഞാൻ ആരാണ് എന്നുള്ള അവെയർനെസ്സിൻ്റെ കൊടുമുടി എന്നത്. അപ്പോൾ ഈ വക താപത്രയങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരെ ബാധിക്കുന്നില്ല, അങ്ങനത്തെ യോഗിവര്യന്മാരെ ബാധിക്കുന്നില്ല. ഞാൻ ആരാണ് എന്നറിഞ്ഞ് ആത്മജ്ഞാനം വന്നവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. അവർക്ക് ഇതൊക്കെ ഇരുട്ടാണ്, നമുക്കിതൊക്കെ വെളിച്ചാണ്. നമ്മളിതൊക്കെ കാണുന്നു, അനുഭവിക്കുന്നു, വി ആർ അണ്ടർസ്റ്റാൻഡിങ് ഓൾ ദിസ്. അല്ലാത്തവർക്ക് ഇതൊന്നുമില്ല, യാതൊരു പ്രശ്നമില്ല അവർക്ക്. അങ്ങനെ ഇരുട്ടാക്കുന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭക്തന്മാർക്ക് ഇരുട്ടാക്കി കൊടുക്കുന്നു. എന്തിനെ? ഈ വക താപത്രയങ്ങൾ ഇരുട്ടാക്കി കൊടുക്കുന്നു, സംസാര ദുഃഖങ്ങളെ അജ്ഞാതമാക്കുന്നു. എങ്ങനെയതിങ്ങനെ പറ്റണം?
ഇത്രയൊക്കെ ദുഃഖങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നത് എന്താ നമുക്കങ്ങനെ പറ്റുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങൾ നമ്മുടെയാണെന്ന് ആലോചിച്ച് അത്ര അധികം നമുക്ക് വിഷമിക്കാൻ ഉള്ളൊരു ചുറ്റുപാട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടത് നമുക്ക്. ചുറ്റുപാടുണ്ടാകുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ അഗെയിൻ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സംസർഗം ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ഒരു ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് പോകുമ്പോൾ, എവിടേക്ക് പോവുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ജോലിക്ക് കർമ്മ രംഗത്താണല്ലോ. നമ്മൾ സംസാരികളൊക്കെ കർമ്മരംഗത്തല്ലേ ഉള്ളത്. ഓരോരുത്തർ കർമ്മരംഗത്ത്, ചിലർ പഠിപ്പിക്കാനായി പോവുക, സ്കൂളിലേക്ക് പോകും, ചിലർ കോളേജിലേക്ക് പോകും, ചിലർ ഹെഡ് മാഷാവും, ചിലർ എന്താ പറയുക ആയാവും, ആരായിക്കോട്ടെ. നമ്മൾ ഓഫീസിൽ പോവും. പോയിട്ട് ജോലി ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരും, പിന്നെ ജോലിക്ക് പോവും. ഈ സൈക്കിളിലാണല്ലോ നമുക്കുണ്ടാകുന്ന താപത്രയം മുഴുവൻ. അതാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ. അത് അനുഭവിക്കാനുള്ള കാരണം എന്താ ഒന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ അത് അനുഭവിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്ലിയറാണ്. ഈ ബുദ്ധിമുട്ടുകളൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. ഇതൊന്നും ഞാനായിട്ടുണ്ടാക്കിയത്. ഞാൻ ഒരു ബുദ്ധിമുട്ടുകളും ലോകത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം ഞാൻ ചുറ്റുപാടുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഐ ഓൺലി ക്രിയേറ്റ് സിറ്റുവേഷൻസ്. നിങ്ങളത് മണലുകൊണ്ട് പിരിച്ച് കയറാക്കുന്നു. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആ ചുറ്റുപാടിനോടുള്ള നിങ്ങളുടെ എന്താ പറയുക, എന്താ പറയുക, ഔട്ട്ലുക്ക്, അതിനോടുള്ള വീക്ഷണം, അതിനെ നിങ്ങൾ കാണുന്ന രീതി, രാഗത്തോടെയാണോ കാണുന്നത്, ദ്വേഷത്തോടെയാണോ കാണുന്നത്, ഇതൊക്കെ ഇറ്റ് ഈസ് യുവർ ബേബി. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. ഐ ഹാവ് ഓൺലി കോസ്റ്റ് റെയിൻ. ഞാൻ മഴ പെയ്യിച്ചു ഞാൻ, ദാറ്റ്സ് ഓൾ. ഇല്ലെങ്കിൽ ഞാൻ ചൂടുണ്ടാക്കി, ഇല്ലെങ്കിൽ ഞാൻ തണുപ്പുണ്ടാക്കി. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ലോകത്തിൽ. കാരണം ഞാനൊരു കർമ്മവും ചെയ്യുന്നില്ല. കാര്യം അതായത് വഴിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകെപ്പാടെ സംഭവിക്കുന്നത് ഇവിടെ ഹാപ്പനിങ്സ്, സിറ്റുവേഷൻസ്, ഇവൻറ്റ്സ്, ഇതൊക്കെ സംഭവിക്കുന്നത് മാത്രം. അതിൽ ദുഃഖമില്ല. ആ സംഭവങ്ങളിലൊന്നിലും ദുഃഖമില്ല. പിന്നെ നീ എന്തിനാ ദുഃഖിക്കണം? നീ ആ സംഭവങ്ങളിൽ നിന്ന് ദുഃഖമൊക്കെ ഒപ്പിയെടുക്കണം. ഒരാൾ മരിച്ചു, എനിക്കൊരു സങ്കടവുമില്ല. ഒരാൾ മരിച്ചു, സങ്കടമില്ല. മരണത്തിനോടല്ല എൻ്റെ സങ്കടം. ഒരാൾ ഹോസ്പിറ്റലിൽ പോയി, എത്ര ആൾക്കാർ പോണു. ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിൽ നിനക്ക് സങ്കടമില്ല. പക്ഷേ നിനക്ക് മരണത്തിനോടും സങ്കടത്തിനോടും അല്ല, ഹോസ്പിറ്റലൈസ് ചെയ്തവരോടും ചെയ്യുമ്പോഴും നിനക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ ചില ചുറ്റുപാടുകളുണ്ടല്ലോ. അതെന്താ? അതെപ്പോഴാണ് അറിയോ? അത് എൻ്റെ ആൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, എൻ്റെ ആൾ മരിച്ചാൽ. ഞാൻ അങ്ങനെയല്ലോ സൃഷ്ടിച്ചിരിക്കണം. എൻ്റെ എന്ന് പറഞ്ഞിട്ടല്ലോ ഞാൻ സൃഷ്ടിച്ചിരിക്കണം. സൃഷ്ടിച്ചതിൻ്റെ ശേഷം നീ പിന്നെ നിൻ്റെ നീ ആക്കിയതല്ലേ അത്? നീ തരം തിരിച്ചതല്ലേ? എൻ്റെ സൃഷ്ടികൾക്കൊന്നും ഞാനങ്ങനെ പേരിട്ടിട്ടില്ലല്ലോ. നീയല്ലേ അതിന് പേരിട്ടത്. നാമകരണം ചെയ്തിട്ട് നീയല്ലേ മടിയിലിരുത്തി ചോറ് കൊടുത്തതിന്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നഗ്നനായിട്ട് നേക്കഡ് ഫാക്ട്സ് ഐ ഹാവ് സെൻഡ് ഇറ്റ് അക്രോസ് ഫോർ യു ടു എൻജോയ്. നീ എൻജോയ് ചെയ്യണില്ല. എന്താ കാരണം? അഹങ്കാരം, മമകാരം, ഈഗോ സെൻട്രിക് ഡിസൈർസ്. അതല്ലേ നമുക്ക് പറ്റുന്നത്. നമ്മളതുകൊണ്ടല്ലേ എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോയി ജോലി എടുക്കുന്നു, റൈറ്റ്? എന്തിനാ ജോലി എടുക്കണം? ശമ്പളം വേണം. അവിടെ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറഞ്ഞൂടെ? എന്തിനാടോ ശമ്പളമൊക്കെ? ആ ഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ടില്ലേ? വിട്ടുകൊടുക്കരുത്. അത് അതിനല്ല പറഞ്ഞിരിക്കണം. നിങ്ങൾ ജോലി എടുക്കുമ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം തട്ടിപ്പറിച്ച് മേടിക്കുക തന്നെ വേണം. അത് സാമർഥ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അതല്ല ഭഗവത്ഗീതയിലെ ആ കർമ്മണ്യവാധികാരസ്ഥ എന്ന് വെച്ച ശ്ലോകം, അതിൻ്റെ അർത്ഥം. അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. ധർമ്മം ചെയ്താൽ ഫലം മേടിക്കേണ്ടെന്നല്ല. ഒന്നാമത് നിങ്ങൾ മേടിക്കുന്ന ശമ്പളം ഫലമല്ല, അത് പ്രതിഫലമാണ്. ദ ഷാഡോ ഓഫ് റിസൾട്ട്, ഇറ്റ്സ് നോട്ട് എ റിസൾട്ട്. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എവിടെ നിന്ന് എപ്പോൾ കിട്ടാനാ? നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇപ്പോഴൊന്നും കിട്ടില്ല. അത് കുറേ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതിൽ ആസക്തി വേണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോൾ പ്രതിഫലം കിട്ടുന്നതിന് ആസക്തി വേണ്ടെന്നല്ല പറഞ്ഞത്.
അപ്പോൾ ശമ്പളം തരില്ല, കർമ്മണ്യവാധികാരസ്ഥയെന്ന് പിന്നെ മാനേജിങ് ഡയറക്ടർ പറയണതിന് വിട്ടുകൊടുക്കരുത്, കേസ് കൊടുക്കണം, മേടിക്കന്നെ വേണം. ആ 50,000 റുപ്യ മാസം ശമ്പളം തരാൻ അവന് 50,000 റുപ്യ തന്നെ മേടിക്കണം, അതിൽ കുറച്ചിട്ടൊന്നും കാര്യമില്ല, മേടിക്കന്നെ വേണം. ഓക്കെ, മേടിച്ചു. എന്നിട്ട് ഇതെന്തിനാ മേടിക്കണത്? അത് വീട്ടിലേ 2-3 ആൾക്കാരുണ്ട്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വീട്ടിൽ 2 വൈഫ്, 1 കുട്ടികൾ. അല്ല സോറി, 1 വൈഫ് 2 കുട്ടികൾ. 1 വൈഫ് 2 കുട്ടികൾ. അവർക്ക് വേണ്ടിയിട്ടാണ്. അതെ, എൻ്റെ വൈഫും 2 കുട്ടികൾ, എൻ്റെ വൈഫും എൻ്റെ 2 കുട്ടികൾ. തുടങ്ങി, ഇവിടെയാണ് തുടക്കം. എൻ്റെ വൈഫും എൻ്റെ 2 കുട്ടികളും, ഇവിടെയാണ് തുടക്കം. ആലോചിച്ച് നോക്കിക്കോളൂ. പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. 50,000 റുപ്യ തികയോ? തികയില്ലേ? തികയ്ക്കാൻ എന്ത് ചെയ്യും? മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. എന്ത് ചെയ്യും? എത്ര വണ്ണം കുറയ്ക്കാം, എവിടെയൊക്കെ കുറയ്ക്കാം, ഇതൊക്കെ പ്രശ്നം എന്താ? ഇതന്നെ. ഇവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക വേണം. ജസ്റ്റ് ലിസൺ ടു മീ. ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക വേണ്ടോ ജോലിയുടെ? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ദാറ്റ് യു ആർ നോ മോർ ദി പാർട്ട് ഓഫ് ദ പ്രോബ്ലം. പ്രോബ്ലം ഈസ് നോട്ട് യുവേഴ്സ്. ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ആൾക്കാരെ ഒന്നും മാറ്റണ്ട, ഭാര്യയെ മാറ്റണ്ട, കുട്ടികളെ മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. അവരെ അതേ ഭാര്യ മതി, അതേ കുട്ടികൾ മതി, അതേ വീട്, അതേ ജോലി, അതേ ഉദ്യോഗം, അതേ മേലധികാരി, അതേ കണ്ണുരുട്ടിൽ ഒക്കെ ആയിക്കോട്ടെ. എന്തിനാണ് ശമ്പളം വാങ്ങിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരം, ഒരാൾ നിങ്ങളോട് ചോദിച്ചു മേടിക്കുക, എന്നെ എന്തിനാ അപ്പം നിങ്ങൾ അവിടുന്ന് ഈ കൺസൾട്ടൻസി ഫീസ് മേടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഉത്തരം നിങ്ങൾ പറയണതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഭാര്യ, കുട്ടികൾ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളൊന്ന് മാറ്റിയിട്ട്, അതേ വീട്ടിലെ ഭഗവാന്റെ 3 ഭക്തന്മാരിരിക്കുന്നുണ്ട്, അവരെ പോറ്റേണ്ട ചുമതല എനിക്കാ ഭഗവാൻ പറഞ്ഞിരിക്കണം. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഭഗവാൻ, അവരെ പോറ്റി നോക്കണേ, എൻ്റെ കുട്ടികളാണ്, ഇവരെ എൻ്റെ സംരക്ഷണത്തിൽ ഞാൻ എന്താ വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ 3 ഭക്തന്മാരെ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അവരെ സുഖമായിട്ട് നോക്കേണ്ട ജോലി എനിക്കാണ്. എല്ലാം ഭഗവാൻ തരും, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഭഗവാൻ തരും. ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ കയറി കൂടിയാൽ, ഈ വീട്ടിലുള്ള 3 ആളുകാർ ആരാ? നിങ്ങളുടെയാണോ? അവരാരുടെ ആളാ? ഭഗവാന്റെ ആൾക്കാരാ. നിങ്ങളാരാ? ഞാനും ഭഗവാന്റെ ആളാ. അവർക്ക് വേണ്ട ചെലവിന് തരുന്നത് ആരാ? ഭഗവാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, അവർക്ക് വേണ്ട പോലെ നോക്കിയാൽ മതി, നിങ്ങളുടെ ചിലവൊക്കെ ഞാൻ തരാം, അതൊക്കെ ഞാൻ നിനക്ക് എങ്ങനെയും ഒപ്പിച്ചു തരാം. അപ്പോൾ അത് ഭഗവാനല്ലേ കൊടുക്കുക ചിലവൊക്കെ? ഭഗവാന് നേരിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നീ ഒരു പോസ്റ്റ്മാനായിട്ട് വന്നു. അപ്പോൾ ഭഗവാന്റെ നിന്ന് പൈസ വാങ്ങിക്കുക, ഭഗവാന്റെ പൈസ ഭഗവാൻ ആർക്കാ കൊടുക്കാൻ പറഞ്ഞാൽ വെച്ചാൽ അവിടെ കൊണ്ടു കൊടുക്കുക. എന്തൊരു സുഖമാണ് ഈ സർവീസ്, പോസ്റ്റ്മാൻ്റെ സർവീസാണ്. ഈ പോസ്റ്റ്മാനോട് ആരാണ് ഈ എഴുത്ത് വായിക്കുന്നവൻ ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണെന്ന് പറയാൻ കാരണം? എഴുത്ത് വായിക്കുന്നവൻ ചിരിച്ചാൽ പോസ്റ്റ്മാൻ എന്തിനാ ചിരിക്കണത്? എഴുത്ത് വായിക്കുന്നവൻ കരഞ്ഞാൽ പോസ്റ്റ്മാൻ എന്തിനാ കരയണത്? പോസ്റ്റ്മാനോട് ആരാ പറഞ്ഞത് ഈ എഴുത്ത് വായിക്കുന്ന ആൾ പോസ്റ്റ്മാൻ്റെ ബന്ധുവാണ്? ആരോ എങ്ങോട്ടോ അവിടുന്ന് ഇവരുടെ ബന്ധുക്കൾ ആരോ ഒരു ബന്ധു അഹമ്മദാബാദിൽ നിന്നോ സൂറത്ത് നിന്നോ എഴുത്തയച്ചപ്പോൾ അത് പോസ്റ്റ്മാൻ വഴി എന്നെ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. ആ തരലേ ചെയ്തുള്ളൂ, പൊക്കോളേ. ഇനി വല്ല എഴുത്തുണ്ടെങ്കിൽ അതും കൊണ്ടുവന്നോളൂ. ജീവിതത്തിൽ ഈ ഒരു ഭാവം നമുക്ക് നമ്മുടെ മനസ്സിലൊന്ന് വരുത്താൻ പറ്റുമോ നോക്കൂ. ശ്രമിച്ചു നോക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കറിയും ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ട അന്നം ഭഗവാൻ മുടക്കില്ല എന്ന്. ഇനിയിപ്പോൾ അഥവാ മുടക്കിക്കുക, നിങ്ങൾക്കെന്താ? പണ്ട് വെൺമണി ശ്ലോകത്തിൽ എഴുതിയ പോലെ, ഒലക്കയുടെ മൂടാണ് എനിക്കെന്തു ചെയ്തെന്ന് ചോദിച്ചു ദേഷ്യം വന്നിട്ട്. ഭഗവാൻ മുടക്കി എനിക്കെന്താ?
അല്ലേ? ഭഗവാൻ മുടക്കില്ല. കാരണം ഭഗവാന്റെ ഭക്തന്മാരവിടെ ഇരിക്കണം. ആ ഒരു ഭാവം നമുക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ ഭാര്യയും മക്കളൊക്കെ എൻ്റെയാണോ? നീ അങ്ങോട്ട് പോവാ നമ്മൾ. ഭജഗോവിന്ദത്തിൽ ശങ്കരൻ ചോദിച്ച പോലെ, കാത്തേ കാന്ത കാസ്തേ പുത്ര, എൻ്റെ ഭാര്യ ആരാടോ, എൻ്റെ കുട്ടികളാരാടോ, താനാരാ? ഇത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ടല്ലേ ഈ സംസാരം? സംസാരം വിചിത്രം തന്നെയാണ്. All that is needed is change of attitude. ആ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം? ഭഗവാന്റെ ഭക്തന്മാർക്ക്. ഭഗവാനും ഭഗവാന്റെ ഭക്തനും രണ്ടും രണ്ടല്ല. അപ്പോൾ നിങ്ങൾ ആ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഞാൻ തിരിച്ചു പോറ്റേണ്ട എൻ്റെ കടമ കേട്ടോ എന്ന് തോന്നുന്നു. അത് ആരുടെ കടമയാണ്? ഭഗവാന്റെ കടമയാണ്. ഭഗവാനോട് ചെയ്യാൻ പറയണം, ഞാനെന്ത് ചെയ്യണു? ഭഗവാന്റെ കയ്യിൽ തരണു, ഞാനത് അവിടെ കൊടുക്കണു. യു ആർ ഓൺലി എ കാരിയർ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് എവിടെ അഹങ്കാരം? ഭഗവാനെ മനസ്സിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ഈശ്വരാർപ്പിതം നേച്ഛയ കൃതം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പോവില്ലേ? മാത്ര സ്പർശാസ്തു കൗന്ദയ, ആ വരുന്ന എന്താ പറയുക, ദ്വന്ദ്ങ്ങളൊക്കെ മാറി 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 പോവില്ലേ? പോവില്ലേ? ആലോചിക്കൂ. പോവില്ലേ? തിയറിറ്റിക്കലി ആലോചിക്കൂ. എന്നിട്ടാവും പ്രാക്ടിക്കലിലേക്ക് കിടക്കുക. അപ്പോൾ ഈ സംസാര ദുഃഖങ്ങളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്ന അതാണ് നമുക്ക് രാത്രിയായി തോന്നിക്കണു ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവരീകര, രാത്രിയാക്കുന്നത് എന്നർത്ഥം. വിവേകമില്ലാത്തവർക്ക് ഭഗവത് തത്വം അജ്ഞാനം, അവർക്കും അത് രാത്രി. ഭഗവത് തത്വമാണ് അവർക്ക് രാത്രി. ഭക്തന്മാർക്ക് ഏതാ? സംസാരമാണ് രാത്രി. സംസാരമാണ് അജ്ഞാനം അവർക്ക്, ഭക്തന്മാർക്ക്. വിദ്വേഷികൾക്കോ ഭഗവാനാണ് രാത്രി. ഭഗവാനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അവർക്ക്. നേരെ നിൽക്കുന്നുണ്ട്, അടുത്ത് നിൽക്കുന്നുണ്ട്, കാണണ്ടേ? കാണില്ല. നമുക്ക് കാണാത്ത സംസാരം, അവർക്ക് കാണാത്ത ഭഗവാൻ. നമുക്കെന്ന് ഞാൻ ഗർവത്തോടു കൂടി പറയണത് ഭക്തനാണെന്നുള്ള ഇതുകൊണ്ടാണ് കേട്ടോ. നമ്മളതെന്ന് പറയാൻ കാരണം, എല്ലാവരും കൂട്ടി അങ്ങോട്ട് പറയാൻ കാരണം അതാ. എല്ലാവരും ഭക്തനാണ്, ഭക്തന്മാരെന്നെ അങ്ങോട്ട് വിചാരിക്കുക തൽക്കാലം. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു ഭാവ മാറ്റമുണ്ടെങ്കിൽ, ഭാവത്തിന് വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും ഭഗവാൻ ശർവരീകര. അപ്പോൾ നമുക്ക് നിർത്താം. അധികം നാം എടുക്കാൻ പറ്റില്ല എന്ന് സാരില്ല. അപ്പോൾ സർവരീകര കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഭഗവാൻ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഡീവിയേഷനുള്ള കാരണം. എനിക്കറിയില്ല. തുടങ്ങുമ്പോൾ ഇതൊന്നും പറയണമെന്ന് ചോദിച്ചിട്ടല്ല. ഞാൻ നോട്ട്സ് എഴുതി വെച്ചതിൽ ഒരു 8 ശ്ലോകം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നോട്ട്സ് മീൻസ് ഞാൻ ഈ വായിക്കണ സമ്പ്രദായമല്ല എൻ്റെ. അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ 1-2 അക്ഷരങ്ങളോ വാചകങ്ങളോ ഉള്ള നോട്ട്സ് ഇങ്ങനെ എഴുതിയിടും ഓരോരോ നാമത്തിനും, ജസ്റ്റ് മെമ്മറിക്ക് വേണ്ടിയിട്ട്. അതൊരു 8 ശ്ലോകം ഒന്ന് കവർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്, പുറപ്പെട്ടത്. പക്ഷെ അതിപ്പോൾ ശബ്ദാധിക, ശബ്ദസഹ, ശിശിര, ശർവരീകര പകുതി എത്തിയുള്ളൂ. 4 ആയിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ച പോലെ എത്തിയില്ല. എന്തുകൊണ്ടാണ് ഇവിടെ വണ്ടി സ്ലോ ചെയ്ത് സിഗ്നലിൽ മുടക്കിയെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഭഗവാൻ. നിങ്ങൾക്ക് ഉപകാരത്തിനോ എനിക്ക് ഉപകാരത്തിനോ നമുക്ക് രണ്ടാൾക്കും കൂടിയുള്ള ഉപകാരത്തിനോ എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് പ്രസാദമായിട്ട് സ്വീകരിക്കുക തന്നെ എനിക്ക് പറയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി
ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ നാരായണ.